Praise the Lord. Praise the Lord. Hallelujah. 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 ഇരിക്കാം. ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ ആമുഖത്തിൽ നമുക്ക് കുറച്ച് തടസ്സങ്ങൾ നേരിട്ടു. ജനറേറ്റർ ഇല്ലാത്തതുകൊണ്ട് മറ്റും കറണ്ട് പെട്ടെന്ന് പോയതുകൊണ്ട് ഒരു അല്പസമയം ശുശ്രൂഷയുടെ സംപ്രേഷണം ലൈവ് ടെലികാസ്റ്റിംഗ് ബ്രേക്കായിരുന്നു. എന്നാലും ശരി, നിങ്ങൾ കുറേ പേര് ത്യാഗപൂർണമായി ഇതിൽ വീണ്ടും ചേർന്ന് ഒരു ഹാഫ് ആൻ അവർ നമുക്കങ്ങനെ ബ്രേക്കായി പോയി. നമുക്കിവിടെ ഈ പാലക്കാട് നമ്മുടെ FCM മീഡിയ സെൻട്രൽ ജനറേറ്ററിൻ്റെ ഒരു അഭാവം നിമിത്തം നമുക്ക് പെട്ടെന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി ഫെയിലിയർ വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇനിയാണെങ്കിലും നിങ്ങളോട് പറയണത്, ഓൾ ഓൺ എ സഡൻ പെട്ടെന്ന് ബ്രേക്കായാൽ കറണ്ട് പോയി എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളവിടെ ഇരുന്നാൽ മതി. കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് വരും. അപ്പോൾ കർത്താവ് അത് കണ്ടിന്യൂ ചെയ്യും. ശുശ്രൂഷ കണ്ടിന്യൂ. എന്തായാലും 9:30 വരെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ടീം അവിടെയുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ക്ഷമാപൂർവ്വം ഇവിടെ ഇതിലൊക്കെ പങ്കെടുക്കുന്ന നിങ്ങൾക്ക്, പിന്നെ ഇന്ന് നേരത്തെ പങ്കെടുത്ത് പിന്നെ പങ്കെടുക്കാൻ പറ്റാത്തവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ആശംസിക്കുകയാണ്. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരുന്നോ. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോഴും അതുപോലെ ശുശ്രൂഷകളുടെ സമയത്ത് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ ശക്തി കർത്താവ് വെളിപ്പെടുത്തും. ലിൻഡ ജോഷി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അത് വടുതല കൺവെൻഷനിൽ വന്ന ഒരു അനുഭവം പറയുകയാണ്. ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് ചില മെസ്സേജുകൾ കൊടുക്കുകയാണ്. ആ സമയത്ത് ഒരു ശുശ്രൂഷ സമയത്ത് കർത്താവ് ശക്തമായ ഒരു മെസ്സേജ് തന്നു. ഇതാ ഇവിടെ വളരെയധികം ശാരീരിക ക്ലേശം ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ആ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. അവരുടെ അനുഭവത്തിൽ ഓക്കെ. എൻ്റെ പേര് ലിൻഡ ജോഷി. ഞാനിവിടെ പച്ചാളം ചാത്യാത്ത ഇടവകയിൽ നിന്ന് വരുന്നു. ഇവിടെ തൊട്ടടുത്ത് ഇടവക തന്നെയാണ് പറഞ്ഞത് ലിൻഡ. എനിക്ക് 8 വർഷത്തിന് മേലെയായിട്ട് ശക്തിയായ തലവേദനയായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടെ നെറ്റിയിൽ, പിന്നെ സൈഡിൽ, പിന്നെ ഇങ്ങനെ തലയുടെ ബാക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഒരു കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് കപ്പ് എടുക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. ഒരു കപ്പിനകത്ത് വെള്ളം, ഒരു കപ്പോ ഒന്ന് കുനിഞ്ഞെടുക്കാൻ പോലും പറ്റാത്ത പോലെ അതിശക്തിയേറിയ തലവേദനയായിരുന്നു 8 വർഷമായിട്ട്. തലക്ക് ഭയങ്കര കനമായിരുന്നു. അപ്പം ഞാനിവിടെ ധ്യാനത്തിന് വന്ന സമയത്ത് ആദ്യത്തെ 2 ദിവസം എനിക്ക് ഒരാഴ്ചയായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് വന്നത്. അപ്പം 3-ാമത്തെ ദിവസം തലവേദന കൂടിയാൽ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും അല്ലേ? അങ്ങനെയാണ് തലവേദന കൂടി കഴിയുമ്പോൾ അതൊന്ന് മാനേജ് ചെയ്യണത്. പിന്നെ 3-ാമത്തെ ദിവസം ഞാനിവിടെ ഗുളിക എടുത്ത് വെച്ചില്ല. അമൃതാഞ്ജൻ സ്ട്രോങ് എടുത്ത് ബാഗിൽ വെച്ച്. അപ്പോൾ അച്ഛൻ ഇവിടെ ധ്യാനത്തിൻ്റെ സമയത്ത്, ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞ്, തോക്കിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞ്, വചനം കേൾക്കേ തന്നെ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വിശ്വസിച്ച്. അത് കഴിഞ്ഞ് ആരാധന സമയത്ത് എനിക്ക് പിന്നെയും തലവേദന, തലക്ക് കനോയി, ഒച്ചത്തിൽ സ്തുതിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ ഈശോനോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഈ തലവേദന, തലയുടെ കനം കൊണ്ട് എനിക്ക് ഒച്ചത്തിൽ സ്തുതിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ അച്ഛൻ പറഞ്ഞു, ഒത്തിരി മക്കളുടെ തലവേദന കർത്താവ് ഈ നിമിഷം എടുത്തു മാറ്റണം തുടങ്ങി. ആ സെക്കൻഡിൽ എൻ്റെ തലവേദന സ്വിച്ചിട്ട പോലെ നിന്ന് ആ സെക്കൻഡിൽ പിന്നെ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അത്ര ഹെവി ആയിട്ട് വന്ന തലവേദന. ശരിക്കും ഈ രോഗം വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിൽ ജീവിക്കുക, പെയിൻ കില്ലർ ഉപയോഗിക്കുക, അമൃതാഞ്ചം പുരട്ടുക, ഇതെല്ലാം പുരട്ടിയിട്ടാണ് ആദ്യത്തെ 2 ദിവസം ഇവിടെ ശുശ്രൂഷ കടന്നു വന്നത്. ഇവിടെ വന്ന അങ്ങനെ അച്ഛൻ്റെ മെസ്സേജ് പറയുന്ന സമയത്ത് തല വിണ്ടു പൊളിയണ മാതിരി ഇരിക്കുക. ഒരു ബക്കറ്റ് വെള്ളം പോലെ കുമ്പിടാൻ പോലെ പറ്റില്ല. ആ അവസ്ഥയിൽ അച്ഛൻ ആ മെസ്സേജ് പറഞ്ഞു, ഇതാ തലവേദനയുള്ള മക്കളെ തലവേദന മാറുന്നു പറഞ്ഞ പോലെ സ്വിച്ചിട്ട പോലെ അത്രയും ഷാർപ്പായിട്ട് ഇൻസ്റ്റന്റ് ഹീലിംഗ് എന്ന് പറയും. ഇൻസ്റ്റന്റ് ആയിട്ട് ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ അവിടെ കർത്താവ്, എൻ്റെ ദൈവം എത്ര വലിയ കരുണയാണ് കർത്താവ് പ്രകാശിപ്പിച്ചത്. അതുപോലെ ഒരു സാക്ഷ്യം, എൻ്റെ കൊച്ചിന് 1.5 വർഷമായിട്ട് ചുമ, എല്ലാ മാസവും പനി വരും. ഇന്നലെ അച്ഛൻ ബ്ലസ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് 3 നേരം വെച്ച് ഞാൻ 1.5 വർഷമായിട്ട് മരുന്ന് കൊടുക്കണേ, രാവിലെ ഉച്ചയ്ക്ക് രാത്രി. ഇന്നലെ ബ്ലസ്സിങ് കഴിഞ്ഞിട്ട് കൊച്ചു ചുമച്ചിട്ടില്ല, രാത്രി മരുന്ന് കൊടുത്തിട്ടില്ല, രാവിലെ കൊടുത്തിട്ടില്ല, ഉച്ചക്ക് കൊടുത്തിട്ടില്ല, ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. സമയം തൊട്ട് കൊച്ചു ചുമച്ചിട്ടില്ല, ഇന്ന് വരെ ഈ നിമിഷം വരെ. ഒരു അത്ഭുതം എന്ന് പറഞ്ഞോളൂ. അന്ന് ആ സമയത്ത് ഈശോ ഒരു അത്ഭുതങ്ങൾ ചെയ്തത്.
അങ്ങനെ ഒത്തിരി അഭിഷേകത്തിലൂടെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി സ്തുതിച്ചേ. വലിയ കൃപ കർത്താവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, നമുക്കൊന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുനാമം അതിശയനാമം, ഏഴയനിമ്പനാമം. ശ്രീ യേശുനാമം അതിശയനാമം, ഏഴയനിമ്പനാമം. ശ്രീ യേശുനാമം അതിശയനാമം, ഏഴയനിമ്പനാമം, ഏഴയനിമ്പനാമം. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പവർ, പവർ, പവർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ കർത്താവ് അത്ഭുതങ്ങൾ വർഷിക്കുന്നു. കർത്താവിൻ്റെ വചനം കേട്ടതിന് ശേഷം ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവ് അത്ഭുതം വർഷിക്കുന്നു. എന്താണ്? കർത്താവ് ഇവിടെയുണ്ട്. ഈ വചനം പ്രഘോഷിക്കുന്ന ഈ ഒരു കൂട്ടായ്മയിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണ്. വചനം സ്ഥിരീകരിക്കുന്നത് പോലെ തന്നെ അതിപ്രധാനമായ കാര്യമാണ് കർത്താവ് തൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങളുടെ ഒരുപാട് പേരുടെ കുടുംബങ്ങളിൽ കർത്താവ് ഇതുപോലെ ചെയ്യും. ബഹുമാനപ്പെട്ട സാംസണത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് തൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് സാബു ബ്രദർ ശുശ്രൂഷയുടെ സമയത്ത് പ്രഘോഷിച്ച വചനം എനിക്ക് വളരെ ടച്ച് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാബു ബ്രദർ പറഞ്ഞ വചനം ഇങ്ങനെയാണ്: ദൈവ വചനങ്ങൾ, ന്യായപ്രമാണ ഗ്രന്ഥം, ദൈവകൽപ്പനകൾ അത് പാലിക്കാൻ ഭാരമുള്ളവയല്ല, അത് പാലിക്കുന്നത് അനുഗ്രഹമാണ്, അത് പാലിക്കാൻ എല്ലാവർക്കും കഴിയും. അത് പാലിക്കാൻ വേണ്ടി ഇനി ഒറ്റക്കാലിൽ നിന്ന് നമ്മൾ കണ്ടമാനം തപസ്സിക്കേണ്ട കാര്യമില്ല. ഇനി മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് അതിനുവേണ്ടി പുതിയ ശക്തി ആർജിക്കേണ്ട ആവശ്യമില്ല. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്കായി നൽകിയിട്ടുണ്ട്. നമ്മിൽ വർഷിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വചനങ്ങൾ പാലിക്കാനുള്ള ഒരു ദൈവരാജ്യ കൃപ നമ്മുടെ മേൽ ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് കുറച്ചു നേരം നമ്മൾ പ്രാർത്ഥിക്കും. ഇന്ന് കർത്താവ് തന്നൊരു വചനം 92-ാം സങ്കീർത്തനത്തിലെ 10-ാമത്തെ തിരുലിഖിതമാണ്. സാം 92:10. ഇവിടെ എങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്? ഇതാ ദൈവം എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. ദൈവം അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ച്. ഈ പുതിയ തൈലം എന്ന് പറഞ്ഞാൽ അനേക അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം വചനം പാലിക്കാനുള്ള കഴിവ് എൻ്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരത് എഴുന്നേറ്റ് നിന്നേ. എവരിബഡി പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നമുക്ക് നന്നായിട്ടൊന്ന് സ്തുതിക്കാം. ചിൽഡ്രൻ യെസ് യെസ് യെസ്, എല്ലാവരും ഒരു വന്നേ. അതുപോലെ തന്നെ കുട്ടികൾ, മുതിർന്നവർ, എവരിബഡി നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികൾ ഇപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. വചനം പല പാപങ്ങളിൽ വീണു, പല തകർച്ചകളിൽ വീണു, മനസ്സ് തളർന്നു. ഇനി എന്നെക്കൊണ്ട് വചനം പാലിക്കാൻ സാധിക്കുമോ ഇങ്ങനെ സംശയം. ഇതാണ് സൗവർണ ശുശ്രൂഷയുടെ ആമുഖത്തിൽ പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം തളർന്നിരിക്കരുത്. മിക്ക പ്രവചനത്തിൽ 7-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, മിക്ക പ്രവചനം 7-ാം അധ്യായത്തിൽ 8-ാമത്തെ, എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും, വീണാലും ഞാൻ എഴുന്നേൽക്കും. വീണ് കിടക്കുകയാണ്. പലതവണ വചനം കേട്ടു, പലതവണ ധ്യാനം കൂടി, ഒരുപാട് ധ്യാനം കൂടി. ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ 60 ധ്യാനം കൂടി, ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ എല്ലാ വർഷവും ധ്യാനം കൂടുന്നു.
ചില ആളുകൾ പറയുന്നത് ചെറുപ്പം മുതലേ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ പല വചനങ്ങളും പാലിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇത്രയും കാലം പാലിച്ചു വന്ന വചനങ്ങൾ കല്യാണം കഴിച്ചതോടുകൂടി പല വചനങ്ങളും പാലിക്കാൻ പറ്റാതെയായി. ചില ആളുകൾ പറയണത് ഒരു കമ്പനി തുടങ്ങിയതോടുകൂടി വചനങ്ങളെല്ലാം ലംഘിച്ചു, ഓരോ പ്രത്യേക സാഹചര്യം വന്നപ്പോൾ വീണുപോയി. അപ്പോൾ ഇപ്പോൾ മനസ്സിൽ പലതരമായ അന്ധകാര പീഡ വരികയാണ്. ഈ വചനമൊന്നും എല്ലാവർക്കും പാലിക്കാൻ പറ്റുകയില്ലായിരിക്കും. ഈ വചനം പാലിക്കാനായിട്ട് ആരെക്കൊണ്ട് പറ്റും? ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ സമയം കർത്താവിൽ അതിൻ്റെ കൈകൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഓ ദൈവമേ, ഇരുട്ടിലായിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവനെ, വീണവരെ എഴുന്നേൽപ്പിക്കുന്നവനെ, ശക്തിയുടെ ദൈവമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. അഭിഷേകത്തിന്റെ അഗ്നിയിൽ എല്ലാം കത്തിച്ചാമ്പലാകട്ടെ, ഭാഷണതകൾ കത്തിപ്പോകട്ടെ, ശീശുമകൾ കത്തിപ്പോകട്ടെ, പിശാചിനെ നുണഞ്ഞത് കത്തിപ്പോകട്ടെ. ഓ പുതിയ ബന്ധക്കുസ്ത, പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു ബന്ധക്കുസ്ത. ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വളർന്നിരിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കട്ടെ കർത്താവേ. ഗ്ലോറി ഫയർ കത്തിപ്പടരട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കത്തിപ്പടരട്ടെ, ദാഹിച്ച് അഭിഷേകത്തിനഗ്നി കത്തിപ്പടരട്ടെ, തീയാക്കി കനല കത്തിപ്പടരട്ടെ. രോഗം മാറ്റും ശക്തി, കരങ്ങളടിച്ച് ശക്തി, ഓ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മ ശക്തി, നന്നായി കൈയടിച്ച്. രോഗം മാറ്റും ശക്തി, ജീവൻ പകരും ശക്തി, ദേഹപിതാവിൻ ശക്തി, പരിശുദ്ധാത്മ ശക്തി, അഭിഷേകത്തിനഗ്നി കത്തിപ്പടരട്ടെ, തീയാക്കി കനല കത്തിപ്പടരട്ടെ, അഭിഷേകത്തിനഗ്നി കത്തിപ്പടരട്ടെ, തീയാക്കി കനല കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആരാധന തളർന്നവരെല്ലാം ശക്തി പ്രാപിക്കട്ടെ. ഓ അഗ്നികെട്ട് ചാരം മൂടിയിരിക്കുന്ന അവസ്ഥ വീണ്ടും വീണ്ടും അഗ്നിയായി കത്തി ജ്വലിക്കട്ടെ. പവർ 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 പവർ, അനോയിന്റിംഗ് അനോയിന്റിംഗ്, അഭിഷേകത്തിന് ശക്തി, അഭിഷേകത്തിന് ശക്തി. ഹല്ലേലൂയ. ഓ അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. കത്തിപ്പടരട്ടെ, അഭിഷേകത്തിനഗ്നി കത്തിപ്പടരട്ടെ, തീയാക്കി കനല കത്തിപ്പടരട്ടെ. തിരുനാമം ഭക്തിപ്പാടാൻ അഭിഷേക നീ, അവദാന കീർത്തിച്ചീട അഭിഷേക നീ, തിരുനാമം ഭക്തിപ്പാട അഭിഷേക നീ, അവദാന കീർത്തിച്ചീട അഭിഷേക നീ. ബന്ധനങ്ങൾ നീക്കിയിട അഭിഷേക നീ, സ്വാതന്ത്ര്യം നേടിയിട അഭിഷേക നീ, ബന്ധനങ്ങൾ നീക്കിയിട അഭിഷേക നീ, സ്വാതന്ത്ര്യം നേടിയിട അഭിഷേക നീ. അഭിഷേകത്തിനഗ്നി കൈകൾ ഉയർത്തി കൈയടിച്ച്. തീയാക്കി കനല കത്തിപ്പടരട്ടെ, അഭിഷേകത്തിനഗ്നി കത്തിപ്പടരട്ടെ, തീയാക്കി കനല കത്തിപ്പടരട്ടെ, അഭിഷേകത്തിനഗ്നി കത്തിപ്പടരട്ടെ, തീയാക്കി കനല കത്തിപ്പടരട്ടെ, തീയാക്കി കനല കത്തിപ്പടരട്ടെ, തീയാക്കി കനല കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ശത്രുക്കളെ, നിങ്ങൾ എന്നെ കുറിച്ച് ആഹ്ലാദിക്കണ്ട. ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിന്റെ പ്രകാശമായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ യേശുവേ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കാം. വലിയൊരു കാരുണ്യമാണ് നമ്മുടെ കർത്താവ് നമ്മളോട് കാണിച്ചിട്ടുള്ളത്. ഇതാ വീണ്ടും ഒരുമിച്ചോട് അവസരം തന്നിരിക്കുന്നു. ഇതാ വീണ്ടും വചനം കേൾക്കാൻ അവസരം തന്നിരിക്കുന്നു. ഇതാ വീണ്ടും കൃപ സ്വീകരിക്കാൻ അവസരം തന്നിരിക്കുന്നു. ഇതാ വീണ്ടും കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാൻ അവസരം തന്നിരിക്കുന്നു. ഇതാ നമ്മളെല്ലാവരും കാണാൻ അവസരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ വീണ്ടും സാബു പറഞ്ഞ് തുടങ്ങിയ വചനത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് നമ്മൾ ജോസ് ബ്രദർ നമ്മൾ പറഞ്ഞു ഉത്ഥാനത്തിൻ്റെ ശക്തി. അതുപോലെ തന്നെ വളരെ വലിയ കാര്യമാണ് വചനം വചനം സ്വീകരിക്കുന്നതിൻ്റെയും വചനം പാലിക്കുന്നതിൻ്റെയും അത്ഭുത ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, പ്രഭാഷകൻ്റെ പുസ്തകം 15:15 അതെപ്പോഴും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ബുക്ക് ഓഫ് സിറ 15:15 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. മനസ്സ് വെച്ചാൽ, മനസ്സ് വെക്കണം. മനസ്സ് വെച്ചാൽ ചക്ക പേരിലും കായ്ക്കുമെന്ന് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്. അതുപോലെ ദൈവവചനം പഠിപ്പിക്കുകയാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ പല തരത്തിൽ വീണു പോകുമ്പോൾ നമ്മൾ പറയണമെന്നറിയാവോ, മനുഷ്യൻ എന്ത് ചെയ്യും, വീണു പോയി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഒന്ന് മനസ്സ് വെച്ച് അധ്വാനിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നില്ലേ? ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ഉത്തരം രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. മനസ്സ് വെച്ചാൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഒരു സംഭവം. ആ സംഭവം ഇതാ, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ കഴിയും. അട്ടപ്പാടിയിൽ ഒരു ചെറിയൊരു ടൗണുണ്ട്. ആ ടൗണിൽ ഒരു കള്ളുകുടിയിരുന്ന് മൂക്കറ്റം കുടിച്ചിട്ടിരുന്ന് ഇങ്ങനെ ചീത്ത വിളിക്കുകയാണ്. ആര് പോയാലും ചീത്ത വിളിക്കും. സിയോനിൽ നിന്ന് പോയാൽ അവരെ ചീത്ത വിളിക്കും. കുട്ടികൾ സ്കൂൾ വിട്ട് പോയാൽ അവരെ ചീത്ത വിളിക്കും. സ്ത്രീകൾ ജോലി കഴിഞ്ഞ് പോയാൽ അവരെ ചീത്ത വിളിക്കും. അപ്പോൾ പല ആളുകളെയും ചീത്ത വിളിക്കുമ്പോൾ ഈ മൂക്കറ്റം കുടിച്ച് ഇങ്ങനെ ലക്ക് കെട്ടിരിക്കുന്ന ഈ മദ്യപാനിയോട് പലർക്കും അമർഷമുണ്ട്. ചീത്ത കേട്ട് തെറിയും ചീത്തയും കേട്ടിട്ട് ഒരു നല്ല 2 അടി കൊടുക്കാൻ അവർക്കൊക്കെ തോന്നും. പക്ഷേ അപ്പം പറയും, പോട്ടെ കുടിയനല്ലേ, മദ്യപാനിയല്ലേ, മദ്യപിച്ചിട്ട് ബോധമില്ലാതെ പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വിട്ടുപോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ജീപ്പ് ആ സൈഡിൽ വന്ന് നിന്നു. കുടിയൻ പതുക്കെ തലയുയർത്തി നോക്കി. പോലീസ് ജീപ്പാണത്. പോലീസ് കുടി ഒന്നുകൂടെ നോക്കി. അപ്പോൾ അതിനകത്ത് അപ്പോൾ ഒരു പുതിയ SI അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ SIയുടെ പ്രത്യേകത എന്ത് കണ്ടാലും ആദ്യം ചാടി അടിക്കും, എന്നിട്ട് പിന്നെ സംസാരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു SI ആയിരുന്നു. ഇതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് സർവർക്കും അറിയാം ഈ SI ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുള്ള SI ആണെന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ കുടിയൻ പതുക്കെ ഒന്നും അറിയാത്ത പോലെ അവിടെ പോലീസ് ആവുമ്പോഴത്തേനും വേറെ എന്തൊരു കാര്യത്തിൽ ഇടപെട്ടു. ഈ സമയം കൊണ്ട് നമ്മുടെ കുടിയനുണ്ടല്ലോ സുബോധം വീണ്ടെടുത്ത് അദ്ദേഹം പതുക്കെ എഴുന്നേറ്റു. ഒന്നും അറിയാത്ത പോലെ പതുക്കെ നടന്ന് ഒരു റോട്ടിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോയി. യാതൊരു തരത്തിലുള്ള ബാലാരിഷ്ടതയില്ല, കഷ്ടാരിഷ്ടതയില്ല, മദ്യപാനത്തിന് കേടില്ല, ചീത്തയില്ല, തെറിയില്ല. നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ അപ്പോൾ നല്ല അച്ചടക്കമായിട്ട് നിൽക്കുക. മുണ്ടൊക്കെ നല്ല നീറ്റായിട്ട് കൊടുത്ത് നീറ്റായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അത്രയും നേരെ ആ തൊട്ട് മുമ്പ് വരെ എന്തായിരുന്നു ബഹളം, എന്തായിരുന്നു പ്രകടനം, എന്തായിരുന്നു ചീത്തയും തെറിയൊക്കെ, അതൊക്കെ പെട്ടെന്ന് നിലച്ചു. എന്താ, മനസ്സ് വെച്ചാൽ കൺട്രോൾ ചെയ്യായിരുന്നു അല്ലേ? മനസ്സ് വെച്ചാൽ നന്നായിട്ട് പെരുമാറാൻ അറിയാമെന്ന് അങ്ങനെ മനസ്സിലാക്കിയെടുത്തു. താങ്ങാൻ ആളുണ്ടെങ്കിൽ കുഴച്ചിൽ കൂടും എന്നൊരു ചൊല്ലുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന സമയം വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ്, നമ്മൾ ഇന്ന് നമുക്ക് സാധിക്കില്ല, ഇത് ഇന്നത്തെ കാലത്ത് എങ്ങനെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറയണ ഈ കുഴച്ചിലുണ്ടല്ലോ, ഇതൊക്കെ കർത്താവിന് ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ വാലിഡ് ആകുമോ, ഇതൊക്കെ വിലപ്പോകുമോ എന്ന് ചിന്തിക്കണം. നെല്ല് ധാന്യമണികൾ പത്തായത്തിലേക്കും പതിര് കടാത്താഗ്നിയിലേക്കും വേർതിരിക്കുന്ന സമയം വരുമ്പോൾ നമ്മുടെ വാദഗതികളൊക്കെ നിലനിൽക്കുമോ സഹോദരങ്ങളെ? നമ്മുടെ വാദഗതികൾ നിലനിൽക്കുമോ സഹോദരങ്ങളെ?
പ്രഭാഷകൻ 15:15 ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ, ഈ കൽപ്പനകൾ പാലിച്ചാൽ ഗുണമെന്താ? എത്രയോ വാഗ്ദാനങ്ങളാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവർക്ക്, ന്യായപ്രമാണ ഗ്രന്ഥം അനുസരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 1 തൊട്ട് 14 വരെയുള്ള മുഴുവൻ വചനങ്ങളും കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക്, വചനം അനുസരിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ ന്യായപ്രമാണ ഗ്രന്ഥം അനുസരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രോമിസസ്, ഗ്രേറ്റ് പ്രോമിസസ്, ദൈവത്തിൻ്റെ ഉന്നതമായ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ മഹോന്നതമായ വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിരിക്കുകയാണ്. അതിൽ ആദ്യം 28-ാം അധ്യായം 1 തൊട്ട് 4 വരെ വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. അവിടെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഈ വചനങ്ങൾ കേട്ട് അത് സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. ഭൂമിയിൽ ഒരുപാട് പേരുണ്ട്. ഭൂമിയിൽ നമ്മുടെ ഓഫീസിൽ ഒത്തിരി ആളുകളുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഒത്തിരി കുട്ടികളുണ്ട്, നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ആളുകളുണ്ടായിരിക്കും, നമ്മുടെ ബിസിനസ് മേഖലയിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടായിരിക്കും. എന്നാൽ നീ നിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ, നീ നിൻ്റെ ഓഫീസിൽ, നീ നിൻ്റെ സ്കൂളിൽ, നീ പഠിക്കുന്ന ഹോസ്റ്റലിൽ, നീ വ്യാപരിക്കുന്ന സഭായോഗങ്ങളിൽ എന്താണ്, നീ നിൻ്റെ ദൈവമായ നിനക്ക് നൽകിയിട്ടുള്ള വചനങ്ങൾ സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ എല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഭവനത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും, കൃഷി, ഭൂമി, കച്ചവടം, ആടുമാടുകൾ, ദാസിദാസന്മാർ, മക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. വചനം 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 പാലിച്ചാൽ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 5 തൊട്ട് 14 വാക്യം വായിച്ച് നോക്കിയേ. വീണ്ടും വലിയ 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 പ്രോമിസസ് കർത്താവ് വചനം പാലിക്കുന്നവർക്ക്, കൽപ്പന അനുസരിക്കുന്നവർക്ക് നൽകിയിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കും, ഇതെല്ലാം സംഭവിച്ചിരിക്കും. വിശ്വസിച്ചാൽ നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ വിട്ടുപോകും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിൻ്റെ കളപ്പുരകളിലും നിൻ്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. കളപ്പുരകളിലും പ്രയത്നങ്ങളിലും, അത് ശ്രദ്ധിച്ചൊന്ന് നോട്ട് ചെയ്തോളണേ, നിൻ്റെ കളപ്പുരകളിലും പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിൻ്റെ കളപ്പുരകളിലും പ്രയത്നം, അധ്വാനം, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠന കാര്യങ്ങളിൽ, ജോലിക്ക് പോകുന്നവരാണ് ജോലി മേഖല, കൃഷിയാണെങ്കിൽ കൃഷിയിൽ, നിൻ്റെ പ്രയത്നങ്ങളിൽ കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിൻ്റെ പ്രയത്നങ്ങളിൽ, നിൻ്റെ അധ്വാനങ്ങളിൽ, നിൻ്റെ പരിശ്രമങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വചനം പാലിക്കണം. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക, വചനം പാലിച്ച് ജീവിക്കുക. അങ്ങനെ വചനം പാലിച്ച് ജീവിച്ചാൽ എന്തു ചെയ്യും? കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ, നിന്നോട് ശപഥം ചെയ്തിട്ടുണ്ട്. കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുണ്ട്. എന്താ ശപഥം ചെയ്തിരിക്കുന്നത്? നീ വചനം പാലിച്ചാൽ ഞാൻ നിന്നെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും, നിന്നെ ആദരിക്കും. നിനക്ക് നൽകുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളുണ്ടാണെങ്കിൽ വചനമൊക്കെ പാലിക്കണം. അല്ലെങ്കിൽ ശപഥം ചെയ്തിട്ടുള്ളതുപോലെ കർത്താവ് നിനക്ക് ധാരാളം മക്കളെയും കന്നുകാലികളെയും എന്ന് പറഞ്ഞാൽ സമൃദ്ധി, ആട്ടിൻപറ്റം പോലെ ജനം പെരുകും. നിൻ്റെ സമുദായം
എന്ന് പറഞ്ഞാൽ കർത്താവ് മേച്ചിൽ പുറത്തെ ആട്ടിൻ പറ്റത്തെ പോലെ നിന്റെ സമുദായം നല്ല സമൃദ്ധി, ദൈവജനങ്ങൾ നിറഞ്ഞ് ജനനിബിഡമാകാൻ ദൈവവചനം ആ സമുദായം പാലിക്കണം. ദൈവവചനം പാലിക്കണം. കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും സമൃദ്ധമായി തരും. സമൃദ്ധമായി വിളവ് നൽകും. വിളവ് വെറുതെ ഇട്ടാൽ സമൃദ്ധമായി വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. നമ്മൾ സമ്പന്നനാകാൻ വേണ്ടി നോക്കണ്ട, നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ മതി. കർത്താവ് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ, അപ്പോൾ ഈ ഭണ്ഡാകാരം എന്നൊക്കെ പറഞ്ഞത് കർത്താവിൻ്റെ ആണെന്ന് ആദ്യം എന്ന് മനസ്സിലാക്കിക്കോ. ആകാശവും കാലാവസ്ഥയും പ്രകൃതിയൊക്കെ. നമ്മളെവിടെയെങ്കിലും രണ്ട് മരം നട്ടെന്ന് വിചാരിച്ച് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മളാണ് പ്രകൃതി ലോകത്തെ താങ്ങി നിർത്തണം ധരിച്ചു വെച്ചാൽ നടക്കരുത്. ഇതെല്ലാം ഈ പ്രകൃതിയും പ്രപഞ്ചവും അണ്ടകടാഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കേട്ടിട്ടില്ലേ? ഈ കടാഹങ്ങളെല്ലാം കർത്താവിൻ്റെയാണ്. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം, അപ്പോൾ ആകാശത്തു നിന്ന് അനുഗ്രഹം തരാൻ പറ്റും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരം, കർത്താവിൻ്റെ ഭണ്ഡാകാരമാണ് സമുദ്രം, കർത്താവിൻ്റെ ഭണ്ഡാകാരമാണ് പ്രപഞ്ചം, കർത്താവിൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമാണ് ആകാശം. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് തക്ക സമയത്ത് ദേശത്ത് മഴ, കുളിര്, കാറ്റ്, ചൂട്, വെയിൽ ഇതെല്ലാം തരും. നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും നീ വചനം പാലിച്ചാൽ, നീ വചനം സൂക്ഷ്മമായി പാലിച്ചാൽ നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. ഈ കടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഇന്ന് കടമില്ലാത്ത എന്താ പറയുക, ഇന്ന് കടം കൊണ്ട് മൂടി ഇപ്പം എല്ലാവരുടെയും ഒരു വലിയ ഒരു പ്രശ്നം കടമായി മാറിയിരിക്കുകയാണ്. കടബാധ്യത, ജപ്തി, സമാധാനക്കേട്, വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ, മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത വിധം വഴികളൊക്കെ അടഞ്ഞു കിടക്കുന്നത് പോലെ വേദന. നിനക്ക് കടം, നീ ജനതകൾക്ക് കടം കൊടുക്കും, എന്നാൽ നീ കടം വാങ്ങേണ്ടി വരികയില്ല. അതുപോലെയാണ് വചനം പാലിച്ച് അത്രയും സമൃദ്ധി ഉണ്ടാവും. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ അവിടുന്ന് നിനക്ക് അഭിവൃദ്ധി നൽകും. അവിടുന്ന് നിന്നെ സമ്പന്നനാക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, കർത്താവാണ് നിനക്ക് അഭിവൃദ്ധി നൽകുന്നത്, കർത്താവാണ് നിന്നെ സമ്പന്നനാക്കുന്നത്, കർത്താവാണ് ഭണ്ഡാകാരം നിനക്ക് വേണ്ടി തുറക്കുന്നത്. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാനെന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഞാനെന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം, ഒരു ചെറിയ പൊടിക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ, ഇടം വലം വ്യതിചലിക്കരുത്. ഇതാണ് കർത്താവ് പറയണത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്, കർത്താവിൻ്റെ കൽപ്പനകളിൽ നിന്ന് എന്ത് ചെയ്യരുത്? ഇടം വലം വ്യതിചലിക്കരുത്. ഞാൻ ഒരു താമസത്തിലുള്ള ധ്യാനം നടത്തുമ്പോൾ ഒരു സഹോദരി വന്നു. ഒരു കുട്ടിയാണ്. ആ കുട്ടി പറയുകയാണ്, കുട്ടി പഠിക്കുന്ന കാലത്ത് വചനം പാലിക്കാൻ വേണ്ടി ഒരുപാട് അങ്ങോട്ട് മുൻകരുത്. ആ കുട്ടിയുടെ പേരാണ് ഏഞ്ചൽ മരിയ. ഏഞ്ചൽ മരിയ എത്ര ത്യാഗമാണ് സഹിച്ചത് വചനം പാലിക്കാൻ വേണ്ടി. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ പേര് ഏഞ്ചൽ മരിയ ബിജു. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ സാബത്ത് ആചരിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി പറയാനാണ് വന്നത്. ഞാൻ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ അഭിഷേകാഗ്നി ചെറുപ്പം മുതൽ, അതായത് ഓർമ്മയുള്ള ആ ഒരു സമയം മുതൽ എൻ്റെ കുടുംബവും ഞാൻ ഒരുമിച്ചിരുന്ന് അഭിഷേകാഗ്നി കാണും. അപ്പോൾ 11ാം ക്ലാസ്സിൽ മറൈൻ ഡ്രൈവിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷനിൽ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു. ആ ചേച്ചി സാബത്ത് ആചരിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ചേച്ചിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ. അപ്പോൾ അത് കേട്ടപ്പോൾ അത് ഈശോയെ എനിക്കും അങ്ങനെ സാബത്ത് ആചരിക്കാനുള്ളൊരു കൃപ തരണേന്ന് അന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നീട് മുതൽ അത് ദൈവം അനുഗ്രഹിച്ചു, അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് ഞാൻ സിനിമ കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. പള്ളിയിൽ പോവും, അഡറേഷൻ ചാപ്പലിലിരിക്കും, അല്ലെങ്കിൽ ബൈബിൾ വായന, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് മുതൽ ഒരു ആവറേജ് എന്ന രീതിയിലേക്ക് കർത്താവ് എന്നെ താഴ്ത്തിയിട്ടില്ല. പകരം കർത്താവ് ഇപ്പോഴും എന്നെ മുകളിലേക്കാണ് കൊണ്ടുവന്നത്. എൻ്റെ +2 കഴിഞ്ഞ ആ വർഷം തന്നെ എനിക്ക് ലോ എൻട്രൻസിൽ എനിക്ക് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി.
ആ ലോ കോളേജിൽ ഞാൻ BA LLBക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ എനിക്ക് ദൈവം തന്നത് BCom ആണ്. എനിക്ക് കൊമേഴ്സ് ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും ഞാൻ ഞായറാഴ്ച ഒരു കളിയില്ല, ശനിയാഴ്ച പഠിക്കാൻ ഞായറാഴ്ചത്തെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഞായറാഴ്ചയാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ദിവസം, അതിൽ ഫുള്ള് കർത്താവിൻ്റെ കാര്യങ്ങൾ, ബാക്കി ദിവസമൊക്കെ പഠിക്കുള്ളൂ. അപ്പോൾ ഞാനിത് ആചരിക്കാൻ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ക്രൈസ്തവരായിട്ടുള്ളവരുണ്ട്, നിരീശ്വരവാദികളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഈ പരീക്ഷ അല്ലാത്ത സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് കൊള്ളാം, യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സപ്ലി എടുത്ത് പൊങ്ങില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ വിശ്വസിച്ചു എൻ്റെ കർത്താവ്, ആ ചേച്ചിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന കർത്താവ് എനിക്കും മാർക്ക് തരാൻ പറ്റുന്ന കർത്താവാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കൊമേഴ്സിൻ്റെ പേപ്പറുള്ള പരീക്ഷകളെല്ലാം ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയാണ് പരീക്ഷ വരുന്നത്. ഒരു കഠിന പരീക്ഷണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും, നീ എൻ്റെ അടുത്തുള്ള കൂട്ടുകാർ നിരീശ്വരവാദിയാണ്. അപ്പോൾ അവൾ എപ്പോഴും പറയും, നീ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ തവണ ഇത് അപ്ലൈ ചെയ്ത് നീ തോറ്റു, സപ്ലി മേടിച്ചോ, അടുത്ത വർഷം നന്നായിട്ട് പഠിച്ചോണമെന്ന് പറയും. അപ്പം ഞാൻ പറയില്ല, എനിക്ക് ദൈവത്തിൽ എൻ്റെ വിശ്വാസം, കർത്താവ് എന്തായാലും അനുഗ്രഹിച്ച ദിവസമല്ലേ അന്ന് കർത്താവിന് വേണ്ടി ഇത് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിനെ നാണം കെടുത്തില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശനിയാഴ്ച ത്രൂ ഔട്ട്, അതായത് രാവിലെ മുതൽ 11:55 വരെ ഇരുന്ന് പഠിക്കും. അന്ന് ആ കൃത്യം 11:55 12 കഴിഞ്ഞ മുമ്പ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച ഒറ്റ മിനിറ്റ് പോലും അടിക്കുകയല്ല. ശനിയാഴ്ച രാത്രി 12 തൊട്ട് ഞായറാഴ്ച രാത്രി 12 വരെ ഒറ്റ മിനിറ്റ് അടിക്കുകയല്ല. അത് കർത്താവ് വിശദീകരിച്ച ദിവസമാണ്, കർത്താവിൻ്റെയാണ്. അപ്പം ഞാൻ ടേബിളെല്ലാം ക്ലീൻ ആക്കിയിട്ട് എൻ്റെ ടേബിളിനോട് തന്നെ പറയും, ഇന്ന് സാബത്ത് ആചരിച്ചു എന്ന് പറയും. ടേബിളിനോട് പറയും, നീ എടുത്തോ സാബത്ത്. ഓക്കെ. തിങ്കളാഴ്ച രാവിലെ, അതായത് 1 മണി, അതായത് ഞായറാഴ്ച മിഡ്നൈറ്റ് രാവിലെ 1 മണിയാകുമ്പോൾ ഞാൻ അലറം വിളിച്ച് എഴുന്നേൽക്കും. ആ സമയത്ത് കർത്താവെ ഇനി നമുക്ക് ഒരുമിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് കൊമേഴ്സ് ഭയങ്കര പാടുള്ളതാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞ അഭിഷേക് യൂട്യൂബ് ചാനലിൽ ഒരു പ്രാർത്ഥന കിടക്കുന്നുണ്ട്. അത് കേട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഞാൻ കേട്ടുകൊണ്ട് അഭിഷേകം പ്രാർത്ഥിച്ച് കർത്താവെ സഹായിക്കണമെന്ന് പറഞ്ഞു പോയി. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ചതൊന്നും വന്നില്ല. വളരെ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പരീക്ഷ ചെന്ന് നോക്കുമ്പം എൻ്റെ കർത്താവെ ഹൃദയം ഇടിഞ്ഞു പോകണമല്ലോ സംഭവങ്ങളാണ്. ശരിക്കും ഞാൻ ആ എക്സാം ഹാളിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറയും നീ അഹങ്കാരം കാണിച്ച് ഞായറാഴ്ച പഠിക്കാതിരുന്നിട്ടാണ് നീ പോയതെന്ന് പറയും. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഞാൻ കരഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഈ പരീക്ഷയുടെ റിസൾട്ട് വന്നില്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഞായറാഴ്ച വിട്ടൊരു കളിയില്ല. നോ കോംപ്രമൈസ്. ഗോഡ് ഫസ്റ്റ്. ദൈവത്തിന് 1ാം സ്ഥാനം, ദൈവം പറഞ്ഞ വാക്കിന് 1ാം സ്ഥാനം. കോംപ്രമൈസ് ഇല്ല, പിടിച്ചു നിന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. എൻ്റെ 5 സെമിസ്റ്ററിൽ ഒരു സപ്ലി പോലും ഇല്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചകളിലെ ടഫസ്റ്റ് എക്സാമിനാണ്. തിങ്കളാഴ്ചകളിൽ വന്ന പരീക്ഷകൾക്ക് നല്ല മാർക്കോടെ, ഒരു സപ്ലി പോലും ഇല്ലാതെ എല്ലാ വിഷയവും പാസ്സായി. അതും എന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച മാത്സ് ടീച്ചർ ഞാൻ കൊമേഴ്സ് എടുത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. അതുപോലെ വിഷമമുള്ള കൊമേഴ്സിലാണ് ഇതുപോലെ ദൈവം ഏറ്റവും കൂടുതൽ മാർക്ക്, ലോ പേപ്പറിനേക്കാളും കൂടുതൽ മാർക്ക് കർത്താവ് എനിക്ക് തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്കാണ് കർത്താവ് അഭിഷേകം ചെയ്തത്. നോക്കിയ ദൈവത്തിന്റെ വചനത്തെ മാനിച്ചാൽ എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ സാപത്തിന്റെ ആ കർത്താവിന്റെ അനുഗ്രഹം എനിക്ക് മനസ്സിലായത്, ഞാൻ മൂട്ട് കോട്ട് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട് ലോ കോളേജിൽ. അപ്പോൾ ഈ മൂട്ട് കോട്ടിൽ ഈശോയെ ഞങ്ങളുടെ ബാച്ചിലെല്ലാം എടുത്തപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആക്കല, അതിന് മുന്നേ എന്നെ ആക്കണം, ഒരു തീരെ ലാസ്റ്റ് ആക്കല്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. റാങ്കിൽ മൂട്ട് കോട്ടിൽ വന്നപ്പോഴേക്കും കർത്താവ് എനിക്ക് അതിനകത്ത് ഫസ്റ്റ് റാങ്ക് നൽകി. കർത്താവേ ഏറ്റവും പുറകിലേക്ക് പോകാതെ നോക്കണമെന്ന് പറഞ്ഞോളൂ. 1ാം റാങ്ക് കൊടുത്ത് കർത്താവ്. പിന്നെ ഒരു കോമ്പറ്റീഷനിൽ നാഷണൽ എസ്എ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ലക്നൗ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് നടത്തിയ കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിലെ എസ്എ അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഞായറാഴ്ച 12 മണി രാത്രിയായിരുന്നു. എന്താ ഇത്, പിന്നെയും പരീക്ഷണമാണല്ലോ കർത്താവേ. അപ്പോൾ ഞാൻ അതിനകത്ത് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ലോ സ്റ്റുഡൻസ്, LLM എടുക്കുന്ന സ്റ്റുഡൻസ്, റിസർച്ച് ചെയ്യുന്നവർ, ടീച്ചർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ഈശോ എനിക്കൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം ഈശോയെ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും അത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് എന്നോട് വന്ന് ചോദിച്ചു ഇത് അയക്കേണ്ട അവസാന ഡേറ്റ് എന്നാണ്. ഞാൻ പറഞ്ഞു ചേച്ചി ശനിയാഴ്ചയാണെന്ന് പറഞ്ഞു. ശനിയാഴ്ച 12 മണിയാണെന്ന് പറഞ്ഞു. കാരണം ഞായറാഴ്ചയാണെന്ന് എനിക്കറിയാം,
പക്ഷെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അവർ പറയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അയച്ചാൽ മതി എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞായറാഴ്ച എന്തായാലും അയക്കുന്ന പ്രശ്നമില്ല. എന്നിട്ട് ആ ശനിയാഴ്ച 11:50 ഞാൻ ആ എസ് എ അയച്ചു കൊടുത്തു. കർത്താവ് നാഷണൽ എസ് എ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് റാങ്ക് തന്നെ അതിനകത്ത് ഗോൾഡ് മെഡലും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും കിട്ടി. യേശുവേ, ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ആഗ്രഹിച്ചുള്ളൂ. ഗോൾഡ് മെഡലും പ്രൈസും പൈസയും സർട്ടിഫിക്കറ്റും. അതിനകത്ത് 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഡൽഹിയിലുള്ള ഏതോ സാറുമാർക്കാണ്. അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് ഞാൻ സ്വപ്നത്തിൽ. പക്ഷെ കർത്താവ് അത് ഞായറാഴ്ച ആചരിച്ചത് കൊണ്ട് മാത്രം അതിന്റെ ആ സാപത്തിന്റെ കർത്താവ് കാണിച്ചു തന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുപോലെ ഓരോ കാത്തലിക്കും ഇതുപോലെ ഓരോ ക്രിസ്ത്യൻ വാല്യൂസ് മുറുകെ പിടിച്ചാണല്ലോ ഈ രാജ്യത്ത് സർവ്വ ക്രിസ്ത്യാനികളും ഭയങ്കരമായിട്ട് ഉന്നതിയിൽ എത്തിച്ചേരും. പവർ പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നിയമാവർത്തനം 28:13. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഞാനും നിനക്ക് നൽകുന്ന കൽപ്പനകൾ നീ പാലിച്ചാൽ നിന്നെ ഞാൻ ജനതകളുടെ നേതാവാക്കും. നീ ഒരിക്കലും എന്താ പറഞ്ഞാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. വായിച്ചു നോക്കി, എല്ലാവരും ചേർന്ന് വായിച്ചേ. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഓരോ വചനവും പാലിച്ചാൽ. ഇതൊരു കുട്ടി ഒരു വചനം പാലിച്ച കാര്യമാണ് നമ്മുടെ കുട്ടി പറഞ്ഞത്. കുട്ടിയുടെ പേര് ഏഞ്ചൽ മരിയ പറഞ്ഞത്. ഒറ്റ വചനം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് ആചരിച്ചപ്പോൾ ഉണ്ടായ പരീക്ഷണം നോക്ക്. ജോലി സ്ഥലത്തും ഇത് ഞാൻ എൻ്റെ LLB കംപ്ലീറ്റ് ആയി, എൻ്റെ ഇന്റേൺഷിപ്പ് എല്ലാം കൃത്യമായി. ഞാൻ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങി ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അവിടെ എല്ലാ ദിവസവും വരണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സൺഡേ വരില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും വെക്കേഷൻ അല്ലാത്ത ഹോളിഡേയിലും ഞാൻ വരാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്നോട് നീരസായി. പക്ഷേ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഞാൻ വരില്ല, ഞായറാഴ്ച വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി നിർത്തത്തെ കൊള്ളുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് ആ സാറിലൂടെ ഈശോ പറയിപ്പിച്ചു, ഏഞ്ചൽ വരാൻ നിൽക്കണ്ട, ഏഞ്ചലിനെ പള്ളി പോകാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അംഗീകരിക്കും. പേടിച്ച് നിന്നാൽ, നീ ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് പരിഭ്രാന്തനാക്കും. നീ ധൈര്യമായിട്ട് നിന്നാൽ ഞാൻ നിനക്ക് മുമ്പേ നടന്ന് പ്രവർത്തിക്കും. ഏതാ വേണ്ടെന്ന് തീരുമാനിച്ചോ. ഒന്നുകിൽ നീ പരിഭ്രാന്തൻ, അവർ ചവിട്ടി കൂട്ടിയിരുന്നോർത്ത് കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ കർത്താവിൻ്റെ പുറകെ നീ നടക്കും, അവർ നിന്നെ അംഗീകരിക്കും. ഏതാ വേണ്ടത്? കർത്താവിൻ്റെ കൂടെയുള്ള വിജയമാണ് വേണ്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നീ ഭയപ്പെട്ട് ഇനി ഇപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടില്ല, ഇനി ശമ്പളം കിട്ടാതിരിക്കുമോ, ഇനി ഭാവി അടഞ്ഞു പോവുമോ, ഈ ഞായറാഴ്ച പരീക്ഷ എഴുതിയില്ലെങ്കിൽ തോറ്റുപോയാൽ മാർക്ക് കുറയോ, നീ പേടിച്ചാൽ, നീ ഭയപ്പെട്ടാൽ നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് പരിഭ്രാന്തനാക്കും എന്നാണ് പറയണത്. നീ ഭയപ്പെടരുത്. പക്ഷെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ അഗ്നിപരീക്ഷണം ഉണ്ടാവും. ഞാൻ എക്സാമ്പിളിൽ നിന്ന് കരഞ്ഞവൻ, എന്നാലും ഞാൻ തോറ്റാലും പ്രശ്നം, ഞായറാഴ്ച വിട്ടൊരു കളിയില്ല. കാരണം ഞാൻ ഈശോയോട് പറഞ്ഞ, ഈശോ എനിക്ക് ഒത്തിരി ഒരു അനുഗ്രഹം തന്നു. ഈ ഞായറാഴ്ച ദൈവത്തിന് നന്ദി പറയാനുള്ള ദിവസമാണ്. ശരിക്കും അത് വേണം. നീ ഞായറാഴ്ചത്തെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണം. എന്തൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ക്ലാസ് എടുക്കണം. നീ എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ലതായിരിക്കില്ലേ? ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും നല്ലതായിരിക്കില്ലേ? ഇത് വൈദികരുടെ ആവശ്യമല്ല. ക്രിസ്ത്യാനികളുടെ സമുദായം ഉയർന്നു വരണമെങ്കിൽ ഈ വചനം അനുസരിക്കണം. ഈ സമുദായം ഉയർന്നു വരണമെങ്കിൽ ഈ വചനം അനുസരിക്കണം. ഫയർ ഫയർ. ഇത് ചെറിയ കുട്ടിയൊന്നല്ല, LLBക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അഡ്വക്കേറ്റ് ആണ്. അത് കഴിഞ്ഞപ്പോ പ്രാക്ടീസ് ചെയ്യാണ്. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അവിടെ പ്രാക്ടീസ് ചെയ്യാണ്. ഇപ്പം ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത്. നമ്മുടെ കുട്ടികൾ ഇതുപോലെ എറണാകുളത്തും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ മക്കളെ ഭയപ്പെട്ട്, ലോകത്തെ ഭയപ്പെട്ട്, സീനിയേഴ്സിനെ ഭയപ്പെട്ട്, ബോസിനെ ഭയപ്പെട്ട്, കർത്താവിനെ ഭയപ്പെടാതെ വചനമൊക്കെ ലംഘിച്ച് നടന്നാൽ കർത്താവ് നമ്മളെ ചവിട്ടിക്കൂട്ടുമെന്ന് പറഞ്ഞത് അല്ലേ? നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് പരിഭ്രാന്തനാക്കും. എന്നാൽ നീ പറയുകയാണ് അവരെല്ലാം ചവിട്ടിക്കൂട്ടിക്കോട്ടെ, എൻ്റെ കർത്താവിന് മുമ്പിൽ ഞാൻ കുറ്റമറ്റവനായി നിൽക്കും എന്ന് പറഞ്ഞാലോ, കർത്താവ് നിനക്ക് വേണ്ടി മുമ്പേ നടന്ന് ഓടാമ്പലങ്ങൾ ഒടിക്കും.
നിനക്ക് വേണ്ടി മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. Praise the Lord. Praise the Lord. Hallelujah. 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 അതുകൊണ്ടാണ് നിയമാവർത്തനം 28-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിച്ചത്. നിന്റെ എല്ലാ പ്രയത്നങ്ങളിലും, അവിടുന്ന് വായിച്ചു നോക്കിയേ, നിയമാവർത്തനം 28:8, നിന്റെ പ്രയത്നങ്ങളിൽ കർത്താവ് അനുഗ്രഹം വർഷിക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവം പറയുമ്പോൾ നമ്മുടെ ബോധം തെളിയുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ? നിയമാവർത്തനം 28:8, നിന്റെ പ്രയത്നങ്ങളിൽ കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടെ നിന്നെ അനുഗ്രഹിക്കും. ആ കുട്ടി എസ് എ എഴുതാൻ പോയി, എസ് ഫസ്റ്റ് റാങ്ക്. അത് ആവറേജ് സ്റ്റുഡൻ്റാന്ന് ഓർക്കണം. ആവറേജ് സ്റ്റുഡൻറ്റ്. ആ സ്റ്റുഡൻറ്റ് കണ്ടോ, ഓൾ ഇന്ത്യ ലെവലിലുള്ള അതിൽ ഗോൾഡ് മെഡലിസ്റ്റ്, ക്യാഷ് അവാർഡ്, മെഡല്, പരിവാരങ്ങളെല്ലാം കിടക്കും. നോ കോംപ്രമൈസ്. നോ കോംപ്രമൈസ്. ഇത് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ലീഹന്മാർ ഇത് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2:15 അല്ലേ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഇങ്ങനെ ഞാൻ പണ്ട് വായിച്ചത് നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായി വ്യാപരിക്കുക. കുറ്റമറ്റവനായി വ്യാപരിക്കുക. ഫിലിപ്പിയ ലേഖനം 2:15 അത് നോക്കിയേ. എന്തായാലും ഫിലിപ്പിയർ 2:13 ഇങ്ങനെയാണ്, 2:12-13 ഇങ്ങനെയാണ്. അതായത് നിൻ്റെ കർത്താവ് നിനക്ക് നൽകുന്ന ഉത്തേജനം അനുസരിച്ച് നീ കർത്താവിന് മുമ്പിൽ വ്യാപരിക്കണം. അവിടെ നിന്നാണ് നിനക്ക് ഉത്തേജനം തരുന്നത് ഇതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഫിലിപ്പിയ ലേഖനം 2:13 വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 2:13. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഭയത്തോടും വിറയലും. 12 വായിച്ചേ. ഫിലിപ്പിയ 2:12. വലിയ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. വലിയ ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അതിനുശേഷമാണ് സ്ലീഹ പറയണത് എന്ത് ചെയ്യണം? എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താ കർത്താവിൻ്റെ അഭീഷ്ടം എന്ന്? കർത്താവിൻ്റെ അഭീഷ്ടം എന്ന് പറഞ്ഞാൽ ഇതാണ്: കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കാതെ കുറ്റമറ്റ വിധം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം എന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള കർത്താവിൻ്റെ അഭീഷ്ടം. 2:13 വായിച്ചു നോക്കിയേ. അഭീഷ്ടം മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കണം. തൻ്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും. ഈ കുട്ടിക്ക് അതിൽ ഇച്ഛിക്കാൻ ആഗ്രഹം കൊടുത്തു. ഇച്ഛിക്കാൻ മാത്രം. ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ മീഡിയക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ഡിസയർ, ആഗ്രഹിക്കുക അല്ലേ? ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണം. ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും. ഇച്ഛിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുക. അതാണ് മനസ്സ് വെച്ചാൽ കൽപ്പന പാലിക്കും. മനസ്സ് വെക്കണം. അപ്പോൾ ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise the Lord. 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 ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ദൈവമേ, വചനം പാലിച്ച് ജീവിക്കാനൊരു കൃപ, വചനം സൂക്ഷ്മമായി പാലിക്കാനൊരു കൃപ. അതിനുവേണ്ടി ഇച്ഛിക്കണം, അതിനുവേണ്ടി തീരുമാനമെടുക്കണം, മനസ്സ് വെക്കണം, പ്രവർത്തിക്കണം. ഇച്ഛിക്കണം, മനസ്സ് വെക്കണം, പ്രവർത്തിക്കണം. തീരുമാനവും വേണം. ഇപ്പം തന്നെ തീരുമാനം എടുക്കണം. ഇത് ഒരു വചനം അനുസരിച്ചപ്പോൾ കർത്താവ് വർഷിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഒരു വചനം അനുസരിച്ചപ്പോൾ കർത്താവ് വർഷിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ആ അഡ്വക്കേറ്റ് നമ്മളോട് പറഞ്ഞത്.